ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെട്ടിനാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി എന്ന് പറയണോ ഗ്രേവി ഒരു ചെറിയ റോസ്റ്റ് പോലെ പറയണോ എന്താണെന്നറിയില്ല, ഒരു ചെറിയൊരു ഗ്രേവിയോടുകൂടിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മസാലകളൊക്കെ നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാശ്മീരി മുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം, ഒരു 1.25 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക്, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് മുഴുവൻ മല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3 ഏലക്ക, ഒരു ചെറിയൊരു ബേ ലീഫ്, 2-3 പീസ് കറുവപ്പട്ട, പിന്നെ ഒരു 8-10 കാശ്മീരി മുളക്. അപ്പോൾ കാശ്മീരി മുളക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ യൂസ് ചെയ്യണ വറ്റൽമുളകാണെന്നുണ്ടെങ്കിലും മതിയാവും. താളിക്കാനൊക്കെ എടുക്കില്ലേ, ആ ഒരു മുളകാണെന്നുണ്ടെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ നമുക്കിവിടെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടെ ചേർക്കണം. അപ്പോൾ തേങ്ങ ചിരകിയത് ഒന്ന് ഒതുക്കി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം ഒരുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ തേങ്ങയുടെ ഒക്കെ ആ ഒരു വൈറ്റ് കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 അത്യാവശ്യം മീഡിയം സവാള, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് പാതി വഴണ്ടിട്ട് വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കതിലേക്കൊരു 2 മീഡിയം സൈസിലുള്ള തക്കാളി കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ ഈ സവാള വഴണ്ടതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് കഴുകി വെച്ച ചിക്കനും കൂടെ ഞാനിതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് ഒക്കെ വരില്ലേ, ആ ഒരു സമയം വരെ ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയിട്ടുള്ളത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഞാനിതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവൊക്കെ പാകമല്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ചിക്കൻ ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് വരുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഗ്രേവി ഉണ്ടാവും. ഇത് നന്നായിട്ട് ഒന്ന് വറ്റിച്ച് ഒരു കുറുക്കിയ പാകത്തിന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നല്ല ഒരു ചപ്പാത്തിയുടെയൊക്കെ കൂടെ ഗീ റൈസിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ചിക്കനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.